ഇന്നും കണ്ടു സ്വന്തം കുട്ടിയെ മാതാവ് എന്തോ ചൂടുള്ള സാധനം കൊണ്ട് പറയാൻ പറ്റാത്ത സ്ഥലത്ത് എന്തൊക്കെ ഇടങ്ങേറാക്കേണ്ട കൊച്ചിനെ ക്രൂരമായിട്ടൊക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കാമുകൻ കൊച്ചിനെ ഉപദ്രവിച്ചായിട്ടാണ്. പിന്നെ സ്കൂളിൽ ടീച്ചർ കാല് തല്ലി പൊളിച്ച ഫോട്ടോസും വീഡിയോസും നമ്മൾ കണ്ടാണ്. ഇതും 90s കിഡ്സിനോട് നമുക്ക് പഴയ ആൾക്കാർക്ക് ഇതൊരു പുതിയ വാർത്ത എന്നായിരിക്കില്ല, നമ്മളിത് കണ്ടിട്ടുണ്ട് അല്ലേ. പല സ്ഥലത്തും മാതാപിതാക്കൾ അന്ന് എന്തെങ്കിലും വികൃതി കാണിച്ചാൽ പരീക്ഷയ്ക്ക് പാസ്സായില്ലെങ്കിൽ നല്ല അടി കിട്ടും. നമ്മളെ അടിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ പരിചയക്കാരുടെയൊക്കെ അച്ഛനമ്മമാർ കെട്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ബെൽറ്റ് കൊണ്ട് പട്ടിണിക്കിട്ടിട്ടുണ്ട്, ചൂടുള്ള ചട്ടകം പഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത്ര വീരൊക്കെ ആയിരുന്നു. ഇതാണ് ഈ റിസൾട്ടൊക്കെ ഇട്ടായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പേടിയായിരുന്നു എന്നാണ് അവർക്ക് പറഞ്ഞത്. പിന്നെ ടീച്ചർമാർ ഇപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോകുമ്പോൾ ചില ടീച്ചർമാരെ കാണുമ്പോൾ അവർ വർത്തമാനം കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് സങ്കടവും നിരാശയും എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് ഒരുവിധം ടീച്ചർമാരോട് ഒരു സ്നേഹവും ഇഷ്ടമൊന്നും തോന്നില്ല. കാര്യം ചിലരൊക്കെ വന്നത് ഈ വണ്ണമുള്ള വടി കൊണ്ട് വന്നിട്ട് അടിക്കാൻ തന്നെ, അതൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അടിക്കും. ആ പാൻറ് വലിച്ചു പിടിച്ച് മുണ്ട് വലിച്ചു പിടിച്ച് അടിക്കണ അടി സ്വന്തം മക്കളോട് തല്ലിയിട്ടുണ്ടാവില്ല. എന്നിട്ട് അവരിങ്ങനെ സ്നേഹം വാത്സല്യം പഠിക്കാൻ നന്നായി. ഈ അടിച്ചവരൊക്കെ നന്നായി പഠിച്ചോ, അവരൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു. അവർ പഠിച്ചായിരിക്കില്ല പല പല രീതിയിലൊക്കെ. അപ്പോൾ അന്നൊക്കെ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ, നമ്മൾ ഈ 90s വിളിക്കുന്ന 90s കിഡ്സ് എന്ന് വിളിക്കുന്ന നമ്മൾ പഴയ ആൾക്കാർ, അന്ന് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മാതാപിതാക്കൾ എത്ര ടീച്ചർമാരൊക്കെ ജയിലിലായതിനല്ലേ. ഇന്നത്തെ പിള്ളേർക്ക് ഭാഗ്യന്മാരാട്ടോ, ഒരുവിധം പ്രശ്നങ്ങളില്ല. കുറച്ച് കമ്പനിയൊക്കെ ആയിട്ട് ടീച്ചർമാർ ടെക്നിക്കൽ പല രീതിയിലും മാറി. നമ്മൾ കൊടുത്തായിരുന്നെങ്കിൽ എന്താ പറയുക, നമ്മളൊക്കെ അനുഭവിച്ച ഈ പഴയ ആൾക്കാർ അനുഭവിച്ച പാട് ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്നുണ്ടോ? ഓരോ കേസ് എന്തോരം തണ്ട്. ശരിയല്ലേ? അനുഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?